Hi everyone, welcome back to Shinu's Taste Buds. ഇന്ന് ഞാൻ ചിക്കൻ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി ആവശ്യമുള്ളത് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ 4 സവാള നീളത്തിൽ അരിഞ്ഞത്, 3 തക്കാളി, 100 ഗ്രാം ഉള്ളി, 12 പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, പുതിന. പിന്നെ ഞാനിവിടെ 1 കിലോ പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊന്നിയരി അല്ലെങ്കിൽ ബാസ്മതി റൈസ് ഏതെങ്കിലും ബിരിയാണി റൈസ് എടുത്താലും മതി. ഞാനിവിടെ പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം പച്ചമസാലകളൊന്ന് ചതച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അരി ഞാനിവിടെ ഒരു ബൗളിൽ അളന്ന് വെച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ നേരത്തെയും ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അരി നമ്മൾ ചോറിന് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ബൗളിൽ അളന്ന് എടുത്ത് വെച്ചാലേ ആ ബൗളിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 കിലോ അരി ഒരു ബൗളിൽ അളന്ന് വെക്കുക. ഇതൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത് നമ്മുടെ പച്ചമസാലകൾ. ഇനി നമുക്കൊരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് മല്ലിയില, പുതിന, കറിവേപ്പില, സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മല്ലിയിലയും പുതിനയും ഞാൻ ആദ്യമേ തന്നെ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാറുണ്ട്. കാര്യം അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഇറച്ചിച്ചോറിന്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പ് ആദ്യമേ ചേർക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമസാല ചേർത്ത് കൊടുക്കാം. ബീഫ് ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കാണുക. ഇനി ഈ ഒരു പാകത്തിന് നമുക്ക് മസാല വഴറ്റുന്നതിനിടയിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. മസാല ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കനും റൈസും ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചിക്കൻ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ചിക്കനും മസാലയും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് ആവിയേറുന്നത് വരെ. ഇതിൽ വെള്ളമൊന്നും ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. ഈ ഒരു പാകത്തിന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ആവിയേറ്റിയെടുക്കാം. അപ്പോൾ ശരിക്കും ആ മസാലയുടെ ടേസ്റ്റ് ചിക്കനിലേക്ക് പിടിച്ചു കിട്ടും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഞാനിവിടെ അരി അളന്ന പാത്രത്തിൽ തന്നെ വെള്ളം എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. 3 ബൗള് വെള്ളം വേണം നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടി എടുക്കാനായിട്ട്. കാര്യം ചോറ് മാത്രമല്ല ചിക്കനും ചോറും കൂടെ ഒരുമിച്ചാണ് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 3 ബൗള് വെള്ളം, നമ്മൾ അരി അളന്ന പാത്രത്തിൽ തന്നെ 3 പാത്രം വെള്ളമാണ് എടുക്കേണ്ടത്. ചിക്കൻ ഒന്ന് ആവിയേറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ബൗള് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3
3 പാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം മൂടി വെച്ച് ഇതൊന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് റൈസ് ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ചിക്കൻ്റെ ടേസ്റ്റ് ശരിക്കും റൈസിലേക്ക് പിടിച്ച് കിട്ടാനും കൂടെ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കനും റൈസും ഒന്നിച്ച് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതിവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയാണ്, പൊന്നി അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗളിലാണ് വെള്ളം എടുത്തിട്ടുള്ളതും. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് മടിയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ റൈസാണിത്. ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതൊരുവിധം തിളച്ച് വരുന്നുണ്ട്. മൂടി വെച്ച് വേവിക്കുമ്പോഴും നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ ആദ്യം 2 ടീസ്പൂൺ ഉപ്പാണ് മസാലയുടെ കൂടെ ചേർത്തിട്ടുള്ളത്. ഉപ്പും കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിടക്ക് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റൈസ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മളിനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാലേ നമ്മുടെ ചിക്കനും റൈസും ഒരുപോലെ തന്നെ വെന്ത് കിട്ടുകയുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസും വെന്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു പാകത്തിന് കുറച്ചുകൂടെ നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗീ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഗീ ആണെങ്കിലും ചേർത്താലും മതി. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കുറച്ചുകൂടെ വെള്ളം വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിനി നമുക്ക് സ്റ്റൗവിന് മുകളിലേക്ക് ഒരു തവ, പഴയൊരു ദോശത്തവ എന്തെങ്കിലും വെച്ച് ചൂടായതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ ഉരുളി വെച്ച് കൊടുത്ത് ഒന്നുകൂടെ 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് ആവിയേറ്റി എടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ എല്ലാം സൈഡിൽ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഇറച്ചിച്ചോറ് തയ്യാറായി കഴിഞ്ഞു. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ റൈസും ചിക്കനും ഒരുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാകത്തിന് നമുക്കിത് സർവിങ് ഡിഷിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.